മുൻ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിക്കെതിരായ നടപടി PSC കോഴ ആരോപണത്തിന്റെ പേരിലല്ലെന്ന് CPIM. പ്രമോദ് കോട്ടൂളി ജോലി തട്ടിപ്പ് സംഘത്തിന്റെയും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുടെയും ഭാഗമായെന്ന് ജില്ലാ നേതൃത്വത്തിന്റെ കണ്ടെത്തൽ. മന്ത്രി PA മുഹമ്മദ് റിയാസാണ് 2 മാസം മുൻപ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ അന്വേഷണത്തിന് നിർദ്ദേശിച്ചത്. പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ശക്തിയെ പുറത്തുകൊണ്ടുവരാനാണ് പോലീസിനെ സമീപിക്കുന്നതെന്ന് പ്രമോദ് കോട്ടൂളി പറഞ്ഞു. എൻ്റെ പാർട്ടിയെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കാൻ അത്രമാത്രം ശക്തിയുള്ള സംവിധാനം ഏതാണ്? അത് പരിശോധിക്കണമെങ്കിൽ എൻ്റെ പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾക്കാരെ ഇതിൻ്റെ പുറത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അത് 2 തരത്തിലുള്ള പോരാട്ടമുണ്ട്. ഒന്ന് നിയമപരമായിട്ടുള്ള പോരാട്ടം, അത് ഏതൊക്കെ അന്വേഷണ ഏജൻസികൾ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ കൊടുക്കണം ഇത്തരം ആളുകൾ പുറത്തു വരണമെങ്കിൽ എന്നുള്ളൊരു പരിശോധനയാണ് ഇപ്പം വക്കീലുമായിട്ട് സംസാരിച്ച് കൊടുക്കാനുള്ളത്. ഇന്നലെ പാർട്ടി ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ കൊടുത്ത ഒരു കുറിപ്പ് നമ്മുടെ സമരത്തിൻ്റെ അവിടെ നടന്ന കാര്യത്തിനിടയ്ക്ക് ഒരു മീഡിയയിലുള്ള ഒരാൾ അറിയിച്ചതല്ലാതെ എന്നെ അറിയിച്ചിട്ടില്ല. ഔദ്യോഗികമായിട്ട് എന്നെ പ്രമോദ് എന്നുള്ളതാക്കി എന്നോട് ഒഫീഷ്യലായിട്ട് അറിയിക്കേണ്ട. മന്ത്രി മുഹമ്മദ് റിയാസ് പോലീസിൽ പരാതി നൽകാതെ പാർട്ടിക്ക് പരാതി നൽകിയത് എന്തിനെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ചോദിച്ചു. ആദ്യഘട്ട നിലയ്ക്ക് നാളെ രാവിലെ 9:30 മണിക്ക് കോഴിക്കോട് മൊഫീസൽ ബസ് സ്റ്റാൻഡിൽ ഇതിനൊക്കെ കുറ്റക്കാരനായ മന്ത്രി റിയാസിനെ ഞങ്ങൾ ജനകീയ വിചാരണ ചെയ്യുന്നു, പ്രതീകാത്മകമായി ജനകീയ വിചാരണ ചെയ്യുന്നു. എന്തിൻ്റെ പേരിലാണ് പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയത്? ഭരണഘടനാ സ്ഥാപനമായ PSC അംഗത്വത്തിന് പണം വാങ്ങിയെന്ന് ആരോപണം വരികയും ആ ആരോപണത്തിന് വിധേയനായ വ്യക്തിയെ പാർട്ടി നടപടിയെടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ എന്തിനാണ് ഇദ്ദേഹത്തെ പുറത്തായതെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ആളുകൾ വിശ്വസിക്കുക തന്നെയാണെന്നല്ലേ? അതുകൊണ്ട് തന്നെ ഇതൊരു ഗുരുതരമായ കുറ്റമാണ്. ഇത് ഇങ്ങനെ വിടാൻ പറ്റിയ കാര്യമല്ല. ഇതിനെതിരെ ശക്തമായ നടപടിയുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും. ഇപ്പം കോഴിക്കോട്ടെ CPM മഹാനായ കേളോട്ടറൊക്കെ നയിച്ച പാർട്ടിയാണ്. അതിന്ന് റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെയും മറ്റ് ഇടത്തരക്കാരുടെയും കൈകളിൽ അകപ്പെട്ടിരിക്കുകയാണ്. CPMനകത്തുനിന്ന് ലീഡർമാർ കുറഞ്ഞിരിക്കുന്നു, ഡീലർമാർ കൂടിയിരിക്കുന്നു. PSC കോഴ വിവാദം ഒതുക്കി തീർക്കാനുള്ള നീക്കം നിയമവിരുദ്ധമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. കോഴ വാങ്ങിയെന്ന് പാർട്ടി സ്ഥിരീകരിച്ചതുകൊണ്ടാണ് പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിയെടുത്തത്. വിഷയത്തിൽ കേസെടുക്കാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി സമ്മതിക്കുന്നില്ല എന്നും K സുരേന്ദ്രൻ ചോദിച്ചു. PSC കോഴ വിവാദം ഒരു ഉൾപാർട്ടി പ്രശ്നമായി പരിഗണിച്ച് ഒതുക്കി തീർക്കാനുള്ള നീക്കം നിയമവിരുദ്ധമായ നടപടിയാണ്. പാർട്ടി ഈ സംഭവം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അഭിജിത്ത് മുഴക്കുന്നു കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, ഈ കോഴ വിവാദത്തിൽ എന്തൊക്കെയാണ് കൂടുതൽ പ്രതികരണങ്ങൾ? വേണു, കോഴി ആരോപണവുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉണ്ടാവുകയും പിന്നാലെ ഈ പ്രമോദ് കോട്ടൂളിയുടെ വിശദീകരണം പാർട്ടി തേടുകയും തുടർന്ന് ഇന്നലെ പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും എന്തിനാണ് പ്രമോദ് കോട്ടൂളി ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് എന്നുള്ളൊരു വിശദീകരണം നൽകാൻ പാർട്ടി തയ്യാറായിട്ടില്ല. P മോഹനൻ മാസ്റ്ററുടെ പ്രതികരണത്തിൽ നിന്നോ ഈ പ്രസ്താവനയിൽ നിന്നോ, പാർട്ടി പുറത്താക്കുന്നു എന്നറിയിച്ച് പുറത്തിറക്കിയ ആ പ്രസ്താവനയിൽ നിന്നോ എന്താണ് ഈ പ്രമോദ് കോട്ടൂളി ചെയ്ത തെറ്റ് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഈ വിഷയത്തിൽ തന്നെയാണ് പ്രമോദ് കോട്ടൂളി ഇന്നലെ പ്രതികരിക്കുമ്പോഴും എടുത്തു പറഞ്ഞത്, ഊന്നൽ നൽകിയത്. തന്നെ എന്തിനാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് എന്ന് അറിയാനുള്ള ബാധ്യത, അറിയാനുള്ള അവകാശം തനിക്കുണ്ട് എന്ന് പ്രമോദ് കോട്ടൂളി ഇന്നലെ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നലെ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയാക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രമോദ് കോട്ടൂളിക്ക് ചില റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളുണ്ടെന്നും തൊഴിൽ തട്ടിപ്പ് സംഘത്തിന്റെ ഭാഗമായി പ്രമോദ് കോട്ടൂളി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇന്നലെ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വന്ന ആരോപണം, ചർച്ച. ഏതായാലും ഈ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ അടക്കം പ്രമോദ് കോട്ടൂളി ദുരുപയോഗം ചെയ്തു എന്നുള്ളൊരു കാര്യം കൂടി ഇന്നലെ നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഇതിനെല്ലാം പുറകെയാണ് ഈ ഒരു നടപടിയിലേക്ക് പാർട്ടി കടന്നത് എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. ഏതായാലും ഈ വിഷയങ്ങളിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ താൻ ഏതറ്റം വരെ പോകുമെന്ന് ഇന്നലെ തന്നെ പ്രമോദ് വ്യക്തമാക്കിയതാണ്. നിലവിൽ ഈ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി നൽകുമെന്നും ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തണമെന്നുള്ള ഒരു ആവശ്യം ഉയർത്തുമെന്നുമാണ് പ്രമോദ് കോട്ടൂളി ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്നത്. ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലും പ്രമോദ് കോട്ടൂളി, ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിലും പ്രമോദ് കോട്ടൂളി തൻ്റെ ഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട്. ചില സെൽഫികൾ ഈ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടെന്നും അത് ഏത് സാഹചര്യങ്ങളിലാണ് അത്തരം ഫോട്ടോകൾ എടുത്തത് എന്നുള്ള കാര്യങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങളുണ്ട്, കൂടുതൽ വെളിപ്പെടുത്തലുകളുണ്ട്. അത് വഴിയെ താൻ വ്യക്തമാക്കുമെന്നുള്ള കാര്യമാണ് പ്രമോദ് വ്യക്തമാക്കുന്നത്.
ഏതായാലും ഇക്കാര്യത്തിൽ പ്രതിപക്ഷം ഒന്നാകെ പ്രമോദ് കൊട്ടൂളിക്കെതിരെ രംഗത്ത് വരുന്ന ഒരു കാഴ്ച ഇന്ന് കണ്ടു. കോൺഗ്രസും BJPയും ആവശ്യപ്പെടുന്നത് ഇത് പാർട്ടിക്കകത്ത് ഒതുക്കി തീർക്കേണ്ട ഒരു പ്രശ്നമല്ല. മന്ത്രി മുഹമ്മദ് റിയാസിന് ഉൾപ്പെടെ ഇതിനകത്ത് ബന്ധമുണ്ടെന്ന് കോൺഗ്രസ് ആരോപിക്കുകയാണ്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.